ഏറ്റവും വലിയ നന്മ, ഏറ്റവും വലിയ നന്മ എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവർ, നമ്മൾ ഈശോയെ പോലെ ആവുക എന്നുള്ളതാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതിലും വലിയ ഒരു നന്മയില്ല. ഒരാൾക്ക് ആയിത്തീരാൻ കഴിയുന്ന ഏറ്റവും വലിയ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? എന്താണ്? ഒരാൾ ഈശോയെ പോലെ ആയി തീർന്നു എന്ന് പറയുന്നതാണ്. പച്ചൻ പറയാണ്, ഈ സിസ്റ്റർ ഈശോയെ പോലെ ഒരു സിസ്റ്റർ ആണെന്ന് പറയാന്ന് വിചാരിക്കേ, പറയുന്നില്ല, വിചാരിച്ചാൽ മതി. അപ്പൊ നമുക്ക് പറയാൻ പറ്റുമോ? അച്ഛൻ ഒരു ഇത്തിരിയും കൂടി കൂട്ടി പറയുമെന്ന് പറയാൻ പറ്റുമോ? അതിൽ കൂടുതൽ കൂട്ടി പറയാനില്ല. ഒരാൾക്ക് ആയിത്തീരാൻ കഴിയുന്ന പരമോന്നതമായ ഒരു പൊസിഷനാണ് എന്താണ്? ഈശോയെ പോലെ ആയിത്തീരുക എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാമത്തെ തിരുവചനം എന്താണ്? റോമർ 8:28 എടുത്തേ. നിനക്ക് നന്മ വരും, നീ ദൈവഭയമുള്ളവനായി ജീവിച്ചാൽ നിനക്ക് നന്മ വരും. അപ്പോ അവിടെ നിന്ന് നമ്മളൊന്ന് ഡൈവേർട്ട് ചെയ്ത് പോയതാണ്, എന്താണ് നന്മ? അപ്പൊ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ഞങ്ങൾ ദൈവഭയത്തിലൊക്കെ ജീവിച്ചതാണ്. അല്ലെങ്കിൽ ഒരു അൽഫോൻസ പുണ്യവതിയുടെ കാര്യം എടുക്കുക. അൽഫോൻസ പുണ്യവതി ദൈവഭയത്തിൽ ജീവിച്ചവരാ, ഒരു ഡൗട്ടും ഇല്ല. പക്ഷേ എത്രമാത്രം സഹനങ്ങളിലൂടെയാണ് അവർ കടന്നുപോയത്. ഇതാണോ നന്മ? അല്ലെങ്കിൽ റാണി മരിയ സിസ്റ്റർ എങ്ങനെയാ മരിച്ചത്? സമൂന്ദർ സിംഗ് എന്ന് പറയുന്ന ഒരു വാടക കൊലയാളി ബസ്സിൽ വെച്ച് 54 പ്രാവശ്യം അവരുടെ ശരീരത്തിൽ കുത്തി 54 പ്രാവശ്യം കുത്തി കൊന്നു. അതാണോ നന്മ? നമ്മൾ വചനത്തിൽ വായിച്ചു, കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് എന്ത് വരുമെന്ന്? നന്മ ഉണ്ടാവുമെന്ന്. 54 കുത്തു കിട്ടിയിട്ടാണോ നന്മ? അപ്പോൾ നന്മ അത് നന്മയായി മാറുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ രോഗം, കൊച്ചുത്രേസ്യ പുണ്യവാളത്തിൽ രക്തം ഛർദിച്ച് മരിച്ചു. കൊച്ചുത്രേസ്യ പുണ്യാളത്തിക്ക് കിട്ടിയ നന്മയാണ് രക്തം ഛർദിച്ച് മരിക്കുക എന്നുള്ളൊരു നന്മ. ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യ എ കൈൻഡ് ഓഫ് യൂട്രൈൻ ക്യാൻസർ വന്നാണ് മരിച്ചത്. പാവം, ക്യാൻസർ വന്ന് മരിക്കുന്നതാണോ നന്മ? അപ്പൊ ദൈവഭയത്തിൽ ജീവിക്കുന്നവർക്ക് നന്മയുണ്ടാകുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഭൗതികമായി നോക്കിയപ്പോ അത് നന്മയല്ല. ഇനി ഈശോയുടെ കാര്യം തന്നെ എടുക്ക്. ഈശോ ദൈവഭയത്തിൽ ജീവിച്ച ആളാണ്. ഈശോ എങ്ങനെയാ മരിച്ചത്? അപ്പൊ കുരിശിൽ ഇങ്ങനെ തൂങ്ങിക്കിടന്ന് മരിക്കുന്നതാണോ നന്മ? പ്രിയപ്പെട്ടവരെ, നന്മ, അതുകൊണ്ട് നന്മയെ അളക്കാനുള്ള മാനദണ്ഡം എന്ന് പറയുന്നത് ഈ ഭൂമിയുടെ മാനദണ്ഡമല്ല. നന്മയാണോ തിന്മയാണോ എന്ന് പരിശോധിക്കുന്നത് സ്വർഗത്തിന്റെ മാനദണ്ഡം ഉപയോഗിച്ചാണ്. റോമ 8:28 നമ്മൾ വായിക്കുന്നുണ്ട്, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടെ നിന്നെല്ലാം നന്മയാക്കി മാറ്റും. നമ്മൾ നേരത്തെ പറഞ്ഞതൊക്കെ നന്മയാണല്ലേ പ്രിയപ്പെട്ടവരെ? അതെല്ലാം നന്മയായി മാറിയത് എങ്ങനെയാണ്? സഹനങ്ങളിലൂടെ കടന്നുപോയി അവരെല്ലാവരും ഈശോയെ പോലെ ആയി തീർന്നു എന്നതാണ് സഹനങ്ങളില്, ദുരിതങ്ങളില്, വേദനകളില്, സങ്കടങ്ങളിലുള്ള നന്മ എന്ന് പറയുന്നത്. ഉച്ചത്തിൽ വിളിക്കാം, ഈശോയേ, ഈശോയേ. അതുകൊണ്ട് റോമ 8:28 ശേഷം റോമ 8:29 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അയച്ചേ, റോമ 8:29. അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. വലതുകരം ഉയർത്തി വീശിക്കൊണ്ട് പറയാം, അവിടുന്ന് മുൻകൂട്ടി അറിഞ്ഞവരെ തന്റെ പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തു. നമ്മളെ എല്ലാവരെയും കുറിച്ച് ദൈവത്തിന് ഒരു നിശ്ചയമുണ്ട്. നമ്മളെ വെറുതെ ദൈവം കയറൂരി വിട്ടിരിക്കുകയല്ല.